ഹലോ ഗായ്സ്, നമ്മളിന്ന് പട്ടാമ്പി ലാഭമേളയിൽ വന്നിരിക്കണം. ഒരുപാട് വിലക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ചെരുപ്പും ബാഗും ഉണ്ടായിരുന്നു. നമുക്ക് എടുക്കാൻ പറ്റില്ല, ഏതെടുത്താലും 200 രൂപയാണ് കേട്ടോ ചെരുപ്പിനൊക്കെ. പിന്നെ നല്ല തോർത്തുകൾ, ടർക്കികൾ, ഡ്രസ്സുകൾ, നല്ല പലാസോ പാൻറ്റുകൾ, ബനിയനുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, അത് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ചെറിയത് മുതൽ വലിയവർക്കുള്ള വരെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് ക്രോപ്പ് ടോപ്പ് കിടക്കുന്നുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ക്രോപ്പ് ടോപ്പ്. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ കണ്ടില്ല, 8 എണ്ണത്തിന് 200 രൂപയാണ് കേട്ടോ. പിന്നെ നല്ല മാറ്റുകളൊക്കെ ഉണ്ട്, നല്ല നല്ല മാറ്റുകൾ, നല്ല വെറൈറ്റി മാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള മാറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആകർഷണീയമായ ഒരു പില്ലോസ് ഉണ്ടായിരുന്നു. പില്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്ക്വയർ ഷേപ്പിൽ നല്ല വെറൈറ്റി പില്ലോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ ഈ പൊടിയൊക്കെ തട്ടുന്ന സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല ഈ റിങ് മോഡലിൽ നല്ല ഇത് ഭംഗിയുള്ള സാധനം ഉണ്ടായിരുന്നു. പിന്നെ ചിരവകളൊക്കെ നല്ല നല്ല വെറൈറ്റി ചിരവകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തട്ടുകൾ, ഈ പത്തിരി പരത്തുന്ന സാധനം, അതുപോലെ ചപ്പാത്തി പരത്താനുള്ളത് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് നല്ല ഭംഗിയാണ്. പിന്നെ അടിക്കുന്നത്, തുടയ്ക്കുന്നത്, തിരുമ്പുന്നത് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ തവികളുണ്ടായിരുന്നു. പിന്നെ അവിടെ ചട്ടികൾ ഇഷ്ടംപോലെ, പല ടൈപ്പ് ഓഫ് ചട്ടികൾ, പല വലുപ്പത്തിലുള്ള ചട്ടികളുണ്ടായിരുന്നു. നമ്മളെ ദോശ ചുടുന്ന ചട്ടി, അതുപോലെ നമ്മൾ ഇഡ്ഡലി ചെമ്പ്, ആവി പിടിക്കുന്നത്. പിന്നെ ഇത് ഏതെടുത്താലും 99 രൂപ, അതായത് 100. അതിനടുത്ത് വരുന്നത് നല്ല സോപ്പുകൾ, പൊടികൾ, വാഷുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഈ പാത്രത്തിന് ഇത് പറഞ്ഞിട്ട് നല്ല വില കുറവുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ആകർഷണീയമായ പാത്രങ്ങളായിരുന്നു അത്. പിന്നെ കുട്ടികളെ ലഞ്ച് ബോക്സ്, സ്റ്റീലിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ലഞ്ച് ബോക്സുകളാണ് വന്നിട്ടുള്ളത്. ലഞ്ച് ബോക്സൊക്കെ അത്യാവശ്യം 200 രൂപയ്ക്കാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് സാധനങ്ങൾ, വെയിറ്റ് ഉള്ളതും നമുക്ക് നോക്കിയെടുക്കാം. ഇതൊക്കെ നല്ല റേറ്റ് കുറവിലാണ് വരുന്നത്, പുറത്തുനിന്നുള്ളതിനേക്കാളും നല്ല കുറവിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് പല വെറൈറ്റിയിൽ, പല വലുപ്പത്തിൽ, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പത്രങ്ങൾ ഒരുപാടുണ്ട്. കുറേ കാണാനുണ്ട് കേട്ടോ. ചെന്നാൽ നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് നമുക്ക് എല്ലാവർക്കും. ഇതൊക്കെ നല്ല രസമുണ്ട്, ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒരുപാട് രസമുണ്ടാകും. പിന്നെ നമ്മൾ കിച്ചണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടൈപ്പും ഞാൻ പിക്ക് എടുത്തിട്ടുണ്ട്, വില എടുത്തു, പക്ഷെ അതങ്ങനെ ക്ലിയർ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിട്ടോ. പിന്നെ അതങ്ങനത്തെ പ്ലേറ്റുകൾ ഒരുപാടുണ്ട്. അത്യാവശ്യം തിരക്കുള്ള കാരണം നമുക്ക് അങ്ങനെ ശരിക്കും എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കുറേ ഡപ്പകൾ 100 രൂപയ്ക്കാണ് ഇങ്ങനത്തെ ഒരു പാക്ക് വരുന്നത്. ഇത് നമ്മളിതാ 240 രൂപയാണ് കേട്ടോ ഈ ബോക്സിന് വരുന്ന വില. അത് നമ്മൾ ഇത് പല ടൈപ്പ് ഉണ്ട്, വലിപ്പത്തിലും ഇതാ ഞാൻ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഈ ഗ്ലാസ്സൊക്കെ ഇതിൽ ചെറുതുണ്ട്, ഇതിലും വലുതുണ്ട്, അങ്ങനെ വെറൈറ്റികളുണ്ട്. നമുക്ക് എല്ലാ പെട്ടിയിലും ഇങ്ങനെ 240 ആണ് എഴുതിയിരിക്കുന്നത്, 240 രൂപയാണ്. പിന്നെ ഇതൊക്കെ 150, 100 സംതിങ് അങ്ങനെ റേറ്റ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എത്ര 40 മുതൽ തുടങ്ങുന്നുണ്ട്, 50 രൂപയുടെ ഒക്കെ. ഇങ്ങനത്തെ വേണമെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ അതിനൊക്കെ 69 രൂപയൊക്കെ ഉള്ളൂ വില. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കളക്ട് ചെയ്യാൻ വാങ്ങുന്നവർക്ക് വാങ്ങാൻ നല്ല ഇതാണ്, കളക്ഷനാണ്. കുറേ ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട്, ചെറുത് മുതൽ കണ്ട വലിയ ഭരണികൾ വരെ ഉണ്ട്. ഇതിലൊക്കെ ഇതുപോലത്തെ 80 രൂപയ്ക്കാണ് ഈ ഗ്ലാസ് ജാറിന് വരുന്നത്. ഇതിലൊക്കെ 100 രൂപയുടെ ഒക്കെ ഉണ്ട്, പാക്കുകൾ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള, ഇത് അത്യാവശ്യമൊക്കെ വലിപ്പമുള്ളതാണ് കേട്ടോ. ഇതിൽ നല്ല വലിപ്പമുള്ള ഇത് വരുന്നത്, ഇതൊക്കെ 100 രൂപയുള്ളൂ, വലിപ്പമുള്ളത് തന്നെ 100 രൂപയുള്ളൂ. പിന്നെ നല്ല വലിപ്പമുള്ള ഡപ്പകൾ എല്ലാം ഉണ്ട്. അത് ഒരുപാട് നിങ്ങൾ കാണുന്നുണ്ടാവും, എത്രയോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് കളറിലോ വലിപ്പത്തിലോ ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ. നല്ല വിലക്കുറവിലുണ്ടായിരുന്നു കേട്ടോ. എന്താണ്, ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞിട്ട് പായ, ഇഷ്ടംപോലെ പായകളുണ്ടായിരുന്നു കേട്ടോ, നല്ല വെറൈറ്റി ആയി സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്, അതുപോലെ വെറൈറ്റി ഓഫ് കത്തികൾ, പല സൈസിൽ, പല വലുപ്പത്തിൽ, പല കളറിലെന്ന് പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഒരേ കളർ തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. നല്ല 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 കത്തികളാണ്, നല്ല മൂർച്ചയുള്ളതും നല്ല ഷാർപ്പ് എഡ്ജുള്ള കത്തികൾ. അതുപോലെ നല്ല സ്പൂണുകൾ, അതൊക്കെ പ്ലാസ്റ്റിക് സ്പൂണുകളാണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് അങ്ങ് ക്ലിയർ ആയിരുന്നില്ല, എനിക്ക് തോന്നുന്നു 45 സംതിങ് ആണ് തോന്നുന്നു. പിന്നെയെന്ന് പറഞ്ഞിട്ട് ലഞ്ച് ബോക്സ് നമ്മൾ സ്റ്റീലിൻ്റെ കണ്ടില്ല, അതുപോലെ നമ്മളെ പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ്. എങ്ങനത്തെ നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ കൊടുത്ത് ചെയ്യിപ്പിച്ച മാതിരി നമുക്ക് സെലക്ട് ചെയ്യാം, കാരണം അത്രയ്ക്ക് ഇതാണ്, അത്രയ്ക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ, അങ്ങനെ സെലക്ട് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ബോട്ടിലുകൾ, സ്റ്റീൽ ബോട്ടിൽ, നമ്മളെ സോപ്പ് പെടി, ഹെയർ ബാൻഡ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, നമ്മൾ സ്റ്റൗ കത്തിക്കുന്ന. പിന്നെ ഉള്ളതൊക്കെ ഇതാ ഒരുപാട് ടൂൾസുകൾ അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിക്ക് ഇതാ സ്പ്രേ ബോട്ടിലുകൾ, ഇതാ ഇതുപോലെ പൊടി തട്ടുന്ന, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വരുന്നുണ്ട്. പിന്നെ
എന്തൊക്കെയാ അത് ഹാങ്ങിങ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നു. ലൈറ്റർ, ബ്രഷുകൾ, പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. ഇതാ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളൊരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഒരുപാട് ടൂൾസ് വെയറും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഗമ്മ് അങ്ങനെയുള്ളതൊക്കെ 10-20 രൂപ എനിക്ക് തോന്നുന്നു അത്രയൊക്കെയാണ് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഇത് ഒരെണ്ണം എടുത്താൽ 30 രൂപയാണ് ഈ ഒരു സെക്ഷൻ അങ്ങനെയാണ് വരുന്നത്. ഇതിൽ ടൂൾസ് ഒക്കെ വരുന്നുണ്ട്. ഇതാ ഇതൊക്കെ കാണുന്നുണ്ടാവും, ബോക്സുകൾ എല്ലാം. ഇതൊക്കെ 30 രൂപയിൽ പെടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതാ ഇൻസുലേഷൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രഷുകൾ, സ്പൂണുകൾ, ഇതൊക്കെ ഓരോ പാക്കാണ്. ഇത് നോക്കിയൊക്കെ 20 രൂപയാണ് ഇതിന് വില. 20 രൂപയുടെ ഇതാണ് സെക്ഷനാണ് പിന്നെ ഈ വരുന്നതൊക്കെ കേട്ടോ. ഒരു സെക്ഷൻ ഫുള്ള് 30-20 എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇത് ഒരെണ്ണത്തിന് 20 രൂപയാണ്. അതിൽ പെട്ടതാണ് ഇതെല്ലാം. അരിപ്പ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ സോപ്പ് പെട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാ സ്പൂണുകൾ, വെറൈറ്റി സ്പൂണുകൾ, പിന്നെ കുറേ ഉണ്ട്. ഇതാ അതെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കൃഷിക്കാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാധനം ഗമ്മാണ് ഞാൻ കാണിച്ചു തട്ടോ. ഗമ്മാണ് അതിലുള്ളത്. പിന്നെ ഇതാ പായ കണ്ടില്ലേ, ഒരു എണ്ണം 99 രൂപ. അങ്ങനെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് വില മാറ്റം വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. മാർക്കറുകൾ, ഗമ്മ് അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട്. സ്പൂണുകൾ, അരിപ്പകളൊക്കെ കണ്ടോ. ഇത് 10 ആയിട്ടോ. ഇതിൻ്റെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 10 രൂപയാണ്. നിങ്ങൾക്ക് കണ്ടോ, ഒരെണ്ണം 10 രൂപ. ഇതാ കണ്ടില്ലേ സംഭവം. തൈര് കടയുന്നത്, പരത്തുന്ന സാധനങ്ങൾ, സ്പൂണുകൾ, പിന്നെ കുറേ ഉണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുന്നില്ലേ ഇതൊക്കെ. പിന്നെ ഇതൊക്കെ ക്ലിപ്പിൻ്റെ സെലക്ഷനിലേക്ക് എത്തി. ഇതൊക്കെ 10 രൂപയാണ് കേട്ടോ. ഓരോന്നിന് 10 രൂപയാണ്. നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. അങ്ങനെ ഇവർ പല വെറൈറ്റി സ്ലൈഡുകൾ നല്ല ഷോപ്പിലിനേക്കാൾ കുറഞ്ഞ് നമുക്ക് കിട്ടും. ഈ ഒരു ബോർഡ് മൊത്തം 30 രൂപയുള്ളൂ കേട്ടോ. 30 രൂപയാണ് വില. പിന്നെ നെയിൽ പോളിഷ് ഒരുപാടുണ്ട്. പിന്നെ എന്തായിരുന്നു ഹെയർ ബാൻഡ്. ഇതിന് 20 രൂപയാണ് കേട്ടോ വില. കുട്ടികളുടെ ഹെയർ ബാൻഡാണത്. പിന്നെ പൊട്ടിൻ്റെ പാക്കുകൾ ഒരുപാടുണ്ട്. വെറൈറ്റി കുറേ ഉണ്ട്. പിന്നെ വരുന്നത് ടോയ്സാണ്, കുട്ടികളുടെ ടോയ്സാണ്. ഇതിന് കണ്ടില്ലേ, ഇതിന് 40 രൂപ ഇട്ടാണ് തോന്നുന്നു കേട്ടോ. 40 അതിന്. കുറേ കളക്ഷൻ ഉണ്ട്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് ടോയ്സ് ഒരുപാടുണ്ട്. കൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ. നമുക്ക് ഇരുന്നിങ്ങനെ കാണാൻ തോന്നും, അത്രയും ഒരുപാടുണ്ട്. മുകളിലും കണ്ടില്ലേ, മുകളിലും കുട്ടികൾക്കുള്ള ടോയ്സ് എങ്ങനത്തെ വേണമെങ്കിലും ഉണ്ട്. കുറച്ച് ടെഡി ബിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ നമ്മൾ ടെഡി ബിയേഴ്സിനൊക്കെ ഞാൻ റേറ്റ് നോക്കിയിട്ടുണ്ട്. 150 ഉണ്ട് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഈ വലിപ്പമുള്ളതൊക്കെ കണ്ടില്ലേ, ഞാൻ റേറ്റ് കാണിക്കാം. ഇതിന് 200 കേട്ടോ വരുന്നത്. 200 രൂപയാണ് ഇതിന്. പല വിലകളുണ്ട്. ടോയ്സ് അനുസരിച്ചിട്ടാണ് റേറ്റ് ഉള്ളത്. എല്ലാ തരത്തിലുള്ള ടോയ്സുകളും ഉണ്ട്. ഇതൊരു കണ്ടില്ലേ, ഒരു പൂച്ചയാണത്. അതിനൊക്കെ 150 രൂപയാണ് കേട്ടോ വരുന്നത്. എല്ലാതും ഒരേ റേറ്റ് അല്ല, നമ്മൾ ഇതിനനുസരിച്ചിട്ടാണ്, ടോയ്സിനനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ടെഡി ബേഴ്സൊക്കെ നല്ല വെറൈറ്റി കണ്ടില്ലേ, ഒരു കുട്ടി കിടക്കുന്ന പോലെ നല്ല രസമുണ്ട് കേട്ടോ. അതിനൊക്കെ 150, 200 അങ്ങനെയൊക്കെയാണ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുണ്ട്. പക്ഷെ നല്ല സെലക്ട് ചെയ്യാനുള്ളത് ഒരുപാടുണ്ട് കേട്ടോ. കുറേ കളക്ഷൻ ഉണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിംസ് ഒരുപാടുണ്ട്. കണ്ടില്ലേ, ഒരു കുട്ടീൻ്റെ ഫോട്ടോ ഫ്രെയിംസ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കാവുന്ന കണ്ടില്ലേ, ഒരുപാടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പർ സെക്ഷൻ എന്ന് പറയുന്നത് മിററാണ്. മിറർ ഒരുപാട് ഷേപ്പിലുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഫോട്ടോസ് ഉണ്ട്, ഫോട്ടോ ഫ്രെയിംസും എല്ലാം വരുന്നുണ്ട്. ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ ഫ്ലവേഴ്സാണ്. കണ്ടൊരു എന്താ പറയുക, കൂട്ടങ്ങളെന്ന് പറയാം, അത്രയും ഒരുപാടുണ്ട്. ഒരുമിച്ച് വെച്ച കാരണം നല്ല രസമായിരുന്നു അവിടെ കാണാൻ. പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അതിനൊക്കെ റേറ്റുകൾ കണ്ടില്ലേ, നല്ല കുറവിലുള്ള നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. പലതരം ഉണ്ട്. നമുക്ക് ഏതാണ് എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ വരും. അത്രയുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിനൊക്കെ 50 രൂപയാണ് കേട്ടോ വരുന്നത്. ഈ ഫ്ലവേഴ്സിന് 50 രൂപ വരുന്ന ഒരുപാട് ഉണ്ട്. അവിടെ ചെയേഴ്സ്, ബക്കറ്റുകൾ, ഇവിടെ എത്തിൻ്റെ ഒരുപാട് ഫുൾ കിച്ചൺ സ്റ്റാൻഡുകൾ എല്ലാതും ഉണ്ട്. ബക്കറ്റുകൾ പല ടൈപ്പ്, പല വലിപ്പത്തിലുള്ള ബക്കറ്റുകൾ, കൊട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് അരിപ്പകൾ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. പല കളറുകളിലും കണ്ടില്ലേ, ഒരു
കുറേ പാത്രങ്ങൾ ഇതിലുണ്ട്. ചിലതൊന്നും അങ്ങനെ ക്ലിയർ ആവുന്നില്ല കേട്ടോ റേറ്റ് എടുക്കുമ്പോൾ. ഇതാ അവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കാണുന്നില്ലേ നിങ്ങൾക്ക്, പല കളറുകളുണ്ട് കേട്ടോ, ഒരുപാട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയുള്ള കൊട്ടകളൊക്കെ കാണാൻ. കുറേ ഉണ്ടായിരുന്നു. അത് ആ സൈഡിൽ ഈ സൈഡിൽ കംപ്ലീറ്റ് ട്രേകൾ അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. അത്രയും ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് തൊട്ടികളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുന്നത് ജഗ്ഗുകളാണ് കേട്ടോ അതൊക്കെ. 60 രൂപയാണ് വരുന്നത്. പല കളറുകളുണ്ട്, ഇങ്ങനത്തെ അരിപ്പകൾ എല്ലാം ഉണ്ട്. ഇവിടെയും പല ജഗ്ഗുകൾ തന്നെ പല വെറൈറ്റിയിൽ വരുന്നുണ്ട്, പല കളറുകൾ. ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനുണ്ട്. ഇവിടെ ഫുൾ ബക്കറ്റുകളാണ് കേട്ടോ വരുന്നത്. അത് ആ മുറമൊക്കെ നല്ല വിലക്കുറവാണ്, അത്രയും വലിയ മുറത്തിന് പോലും 60 രൂപയേ ഉള്ളൂ. പിന്നെ ഈ ബക്കറ്റുകൾ ഇതൊക്കെ ഒരുപാടുണ്ട്, കൊട്ടകളും എല്ലാതും ഉണ്ട്. ഇവിടെ ഫുൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ബക്കറ്റുകൾ, തൊട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട്, വെള്ളം നിറച്ച് വയ്ക്കുന്ന അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഫുൾ കപ്പുകൾ കണ്ട, നല്ല രസമുള്ള വെറൈറ്റി കപ്പ്, നല്ല കളർഫുള്ളായിട്ടുള്ളതാണ്. പിന്നെ ഇതാ അവിടെ എത്തിയപ്പോൾ ഫുൾ ബെൽറ്റുകളൊക്കെയാണ് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ പിന്നെ ജെൻസിൻ്റെയൊക്കെയാണ്. ഇതാ ഉണ്ടല്ലേ വെള്ളമുണ്ടൊക്കെ ഒരെണ്ണം 200 രൂപ, അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. ജെൻസിൻ്റെ ബോയ്സിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ ഒക്കെയാണ്, കുറേ ഉണ്ട്. ഒരു ടൈപ്പിൽ നമുക്കൊരു സെക്ഷൻ കംപ്ലീറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളതുണ്ട്. ഇപ്പോഴത്തെ ടൈപ്പിൽ പിന്നെ ഇത് സെറ്റി കവറാണ് കേട്ടോ. അത് തോർത്തുകളുണ്ടല്ലേ 8 എണ്ണത്തിന് 200 രൂപ, അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കണം. പിന്നെ ഇതൊക്കെ ഷർട്ടുകൾ നല്ല വരുന്നുണ്ട്, 350 മുതൽ അത്രയേ ഉള്ളൂ കേട്ടോ. ഷർട്ടിനൊക്കെ നല്ല കളക്ഷനാണ്, നല്ല വെറൈറ്റി കളറുകൾ, നല്ല നല്ല ഷർട്ടുകളാണ്, ഒരുപാടുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. ഒക്കെ 350, 300 അങ്ങനെ, പിന്നെ ആ റേറ്റിന് മുകളിലേക്ക് അങ്ങനെയൊക്കെയാണ്. ഇതാ ഫുൾ ഷർട്ടുകൾ നിങ്ങൾക്ക് കാണാനുണ്ടാവും. നല്ല കളറുകളായിരുന്നു. നമുക്ക് സെലക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് നടന്ന് കാണാൻ. ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് വയ്യാതെ യാത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല വെറൈറ്റി ഷർട്ടുകളാണ്, കുറേ ഉണ്ട്. നമുക്ക് ഡെയിലി യൂസിനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഇതുണ്ട്. ഏത് കളറ് വേണമെങ്കിലും ഏത് മോഡൽ വേണമെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും ഒരു ഫുള്ള് അതൊക്കെ ചെരുപ്പുകളാണ് കേട്ടോ. ഈ ഒരു ഫുള്ള് മൊത്തം ചെരുപ്പുകളാണ്. കപ്പുകൾ ഫുൾ തിരക്കായിരുന്നു. ഇവിടുന്ന് കണ്ടിലേക്ക് ഭയങ്കര ക്യൂ ആയിരുന്നു ബില്ലാക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് ബില്ലാക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. അത്ര 2 മണിക്കൂറെങ്കിലും നിൽക്കേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അത്രയും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇറങ്ങാണ്, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പട്ടാമ്പി കൽപ്പകയിലാണ് നമ്മളിത് വരുന്നത്, ലെഫ്റ്റ് സൈഡായിട്ട്. അപ്പോൾ നിങ്ങൾ വരിക, എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്തോളൂ, കണ്ടോളൂ. ഞങ്ങളിത് തിരക്കായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി, നീങ്ങാൻ പറ്റില്ല, അത്രയും നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഗെയ്സ് നിങ്ങളെല്ലാവരും വന്ന് നോക്കുക. കണ്ടില്ലേ ഇത് എങ്ങനെ ഇറങ്ങേണ്ടത്, അവിടെ ഭയങ്കര ബഹളമായിരുന്നു. ഒത്തിരിക്ക് ബില്ല് കൊടുക്കാനിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ